നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 2025 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യപേപ്പർ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഡിസ്കഷൻ സീരീസ് ആണ്. നമ്മളൊരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കും. അപ്പോൾ ഇത് എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 80 തൊട്ട് 90% മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് മുടങ്ങാതെ തന്നെ കാണുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നോട്ട് വേണമെങ്കിൽ, അതായത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് PDF ആയിട്ട് വേണം, പ്രിൻ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടു കാണും. രണ്ടാമത്തെ പാർട്ട് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇന്നിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചോദ്യപേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതായത് 2025 മാർച്ചിൽ ചോദിച്ച ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് ഇടുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. നോട്ട് വേണമെങ്കിലും ഈ ക്ലാസ്സിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 9 എഴുതിയാൽ മതി എന്നാണ് ചോദ്യപേപ്പറിലുള്ളത്. അതുകൊണ്ട് തന്നെ 7 തൊട്ട് 18 എണ്ണത്തിൽ ഏതെങ്കിലും 9 എഴുതിയാൽ മതി. നമ്മൾ പക്ഷേ എല്ലാ ചോദ്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം 7ാമത്തെ ചോദ്യം, അതായത് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലെ ഫസ്റ്റ് ചോദ്യം, ചോദ്യപേപ്പറിലെ 7ാമത്തെ ചോദ്യം. കൺവേർട്ട് ദ ഫോളോയിങ് നമ്പർ ഇൻറ്റു ബൈനറി നമ്പർ സിസ്റ്റം. താഴെ തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ബൈനറി നമ്പർ സിസ്റ്റം, ഒരു ഡെസിമലിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഹരിക്കണം. എന്നാൽ ഇവിടെ ഡെസിമലിനെ അല്ല ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഒക്ടലും അതേപോലെ ഹെക്സാ ഡെസിമൽ നമ്പറുമാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഒക്ടലും ഹെക്സാ ഡെസിമലും എന്നൊക്കെ മനസ്സിലായ താഴെ 8 എന്ന് എഴുതിയിരിക്കുന്നു. അത് ഒക്ടൽ നമ്പർ, ബേസ് 16 വന്നു കഴിഞ്ഞാൽ അത് ഹെക്സാ ഡെസിമൽ നമ്പർ. നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലും ഇതുമായിട്ട് അനുബന്ധമായിട്ട് കുറച്ച് ഡിസ്കഷൻ നടത്തിയതാണ്. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ അറിയണം. ഇവിടെ ഒക്ടൽ നമ്പറിനെ നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് ആക്കണമെങ്കിൽ എത്ര ബേസിക് ഡിജിറ്റാണ് ഒക്ടൽ നമ്പറിനകത്തുള്ളത്? ഒക്ടൽ നമ്പറിനകത്തുള്ളത് ഈ 8 ബേസിക് ഡിജിറ്റുകളാണ്. 0 to 7 വരെയുള്ള ബേസിക് ഡിജിറ്റുകളാണ് ഒക്ടലിനകത്തുള്ളത്. ഈ 7 വരെയുള്ള ബൈനറി നമ്പർ നമ്മൾ എഴുതാൻ പഠിക്കണം. അപ്പോൾ 7 വരെയുള്ള ബൈനറി നമ്പർ എഴുതുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0യുടെ ബൈനറി 0 ആണ്, 1ൻ്റെ ബൈനറി 1 ആണ്, 2ൻ്റെ ബൈനറി 10 ആണ്, 3യുടെ ബൈനറി 11 ആണ്, 4ൻ്റെ ബൈനറി 100 ആണ്, അല്ലെങ്കിൽ 100 ആണ്, 5ൻ്റെ ബൈനറി 101 ആണ്, 6ൻ്റെ ബൈനറി 110 ആണ്, 7ൻ്റെ ബൈനറി 111 ആണ്. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബൈനറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാം. നമ്മൾ സാധാരണ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞു പോകുന്ന അതേ വേഗത്തിൽ തന്നെ നമുക്ക് ബൈനറി നമ്പർ നമുക്ക് മനസ്സിൽ തന്നെ നമുക്ക് അടുത്തത് കണ്ടെത്തി പോകാനൊരു മാർഗ്ഗമുണ്ട്. ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബൈനറി നമ്പർ നിങ്ങൾ ഇപ്പം നമ്മുടെ സാധാരണ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ 1, 2 എന്ന് പറയത്തില്ലേ, ആ 0 തൊട്ട് ഒന്ന് എണ്ണുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇങ്ങനെ ഒന്ന് എണ്ണുക. ഇങ്ങനെ എണ്ണുമ്പം 0ഉം 1ഉം മാത്രം അടങ്ങുന്ന സംഖ്യകൾ, 0ഉം 1ഉം ആവാം, 1ഉം 1ഉം ആവാം. അപ്പോൾ അത് മാത്രം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണോ അത് മാത്രം നിങ്ങൾ എടുത്തെഴുതി കഴിഞ്ഞാൽ ബൈനറി നമ്പറായി. ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ 0 ഉണ്ട്, അത് കഴിഞ്ഞാൽ 1 ഉണ്ട്, അത് കഴിഞ്ഞാൽ 10 എന്ന് പറയുന്നൊരു സംഖ്യയുണ്ട്, അത് കഴിഞ്ഞാൽ 11 എന്ന് പറയുന്ന സംഖ്യയുണ്ട്, അത് കഴിഞ്ഞാൽ 12 ഒന്നും പറ്റത്തില്ല, 12-നകത്ത് വേറെ 2 വരുന്നുണ്ട്, 13-നകത്ത് 3 വരുന്നുണ്ട്, അങ്ങനെ 19 വരെ, 20 വരെയോ 20ൻ്റെ ഒന്നും പറ്റത്തില്ല. 30, 40, 50, 60, 70, 80, 99 വരെയുള്ള സംഖ്യകൾ എടുത്താലും അതിനകത്ത് 1ഉം 0ഉം അല്ലാതെ മറ്റു ഡിജിറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്നത് 100 എന്ന് പറയുന്നൊരു ഡിജിറ്റാണ്. 100 കഴിഞ്ഞാൽ 101 എടുക്കാം, 101 കഴിഞ്ഞാൽ 110 എടുക്കാം, 110 കഴിഞ്ഞാൽ എന്താണ് 111 എടുക്കാം. അപ്പോൾ ഈ ഒരു ഓർഡർ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഓർഡർ നോക്കിയേ, 0, 1, 2, 3, 4, 5, 6, 7. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ എഴുതിയിരിക്കുന്ന സംഖ്യകൾ തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ എല്ലാം 3 ഡിജിറ്റ് ആക്കണമെന്നേ ഉള്ളൂ അല്ലേ. ഈ താഴത്തെ എല്ലാം 3 ഡിജിറ്റാണ്. ഇവിടെ നമുക്ക് 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 ഡിജിറ്റായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞുള്ള സംഖ്യ കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് കഴിഞ്ഞുള്ള സംഖ്യ ഏതാണ്? ഇപ്പം ഇത് കഴിഞ്ഞാൽ 111 കഴിഞ്ഞാൽ പിന്നെ എത്രയാണുള്ളത്? 1000 അല്ലേ. 1000 കഴിഞ്ഞാൽ എത്രയാണ്? 1001. 1001 കഴിഞ്ഞാൽ ഏതാണ്? 1010. 1010 കഴിഞ്ഞാൽ എത്രയാണ്? 1011. 1011 കഴിഞ്ഞാലോ 1100, 1101, 1110,
1111. പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഹെക്സാഡെസിമലിൻ്റെയും ഡെസിമലിൻ്റെയും ഒക്കെ അല്ല ഹെക്സാഡെസിമൽ തന്നാലും ഡെസിമൽ തന്നാലും ബൈനറിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഇത്രയും എന്താണ് ഒക്ടൽ നമ്പറുകളാണ്. 7 വരെയുള്ള ഒക്ടൽ നമ്പറിൻ്റെ ബൈനറിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി 1ൻ്റെ ബൈനറി എത്താണ്? ഇവിടെ നോക്കിയേ 175 അല്ലേ മാറ്റേണ്ടത്. അപ്പോൾ 1ൻ്റെ ബൈനറി എടുത്തെഴുതണം 001. ഇനി അടുത്ത എന്താണ്? 7ൻ്റെ ബൈനറി എടുത്തെഴുതണം. 7ൻ്റെ ബൈനറി എത്രയാണ്? 111. ഇനി അടുത്ത എത്രയാണ് കിടക്കുന്നത്? 5ൻ്റെ ബൈനറി എടുത്തെഴുതണം. 5ൻ്റെ ബൈനറി എത്രയാണ്? 101. 5ൻ്റെ ബൈനറി എത്രയാണ്? 101. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? ബൈനറി ആയി. അടുത്ത ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ നമ്പറിനെ എന്താ ചെയ്യേണ്ടത്? 4 ഡിജിറ്റുകളാക്കണം. ഇതിനെല്ലാം 4. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ എവിടെ തൊട്ട് എവിടം വരെ ഉണ്ട്? 0 തൊട്ട് F വരെ ഉണ്ട് ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ അപ്പം ഇവിടെ ദാണ്ട 0 തൊട്ട് 7 വരെയുള്ളത് 0, 1, 2, 3, 4, 5, 6, 7 വരെയുള്ളതായിട്ടുണ്ട്. 8, 9, 10. 10 ഇല്ലല്ലോ. 10ന് വരെ A, B, C, D, E, F അല്ലേ? അപ്പോൾ ഇതിനെല്ലാം എന്താക്കണം? 4 ഡിജിറ്റ് ആക്കി എഴുതണം. കാര്യം എന്താണ്? F നോക്കാമെങ്കിൽ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാത്തിനെയും 4 ഡിജിറ്റ് ആക്കണം. 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഫ്രണ്ടിൽ ആവശ്യത്തിന് 0 ഇട്ട് കഴിഞ്ഞാൽ എന്തായിക്കോളും? 4 ഡിജിറ്റ് ആയിക്കോളും. ആവശ്യത്തിന് 0 ഇട്ട് കഴിഞ്ഞാൽ 4 ഡിജിറ്റ് ആവും. എന്നാണ്ട് ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബേസിക് അടിസ്ഥാന സംഖ്യകളുടെ ബൈനറി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെക്സാഡെസിമൽ നമ്പറിനെ മാറ്റണം. അപ്പോൾ 6ൻ്റെ ബൈനറി എത്രയാണ്? ദാണ്ട് ഇവിടെ കിടപ്പുണ്ട് 6ൻ്റെ ബൈനറി. 4 ഡിജിറ്റ് ആക്കണം. ഹെക്സാഡെസിമൽ ആയിട്ടാണ് 4 ഡിജിറ്റ്. ഒക്ടലാണെങ്കിൽ 3 ഡിജിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇനി എയുടെ ബൈനറി എത്രയാണ്? ഏതാണ്ട് ഇവിടെ കിടക്കുന്നു അല്ലേ? 1010. അത് ഇത്രയേ ഉള്ളൂ. ബൈനറിയിലേക്ക് മാറിയത് കണ്ടോ? ബൈനറിയിലേക്ക് മാറി. ഇതാണ് ഉത്തരം. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പം ഒക്ടൽ നമ്പർ ആണെങ്കിൽ 3 ഡിജിറ്റ് ബൈനറി, ഓരോ സംഖ്യയുടെയും 3 ഡിജിറ്റ് ബൈനറി എഴുതുക. ഹെക്സാഡെസിമൽ സംഖ്യ ആണെങ്കിൽ 4 ഡിജിറ്റ് ബൈനറി എഴുതുക. അപ്പോൾ 4 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ബൈനറി ഡിജിറ്റ് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ യുണീക്ക് കോഡ്. എന്താണ് ഈ യുണീക്ക് കോഡ്? ആസ്കി കോഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ കോഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ നമ്മുടെ കീബോർഡിനകത്ത് കാണപ്പെടുന്ന ABCD ലെറ്ററുകളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ കോഡുകൾ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ A എന്ന് ടൈപ്പ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പറാണ് എവിടെ, അല്ലെങ്കിൽ ഒരു കോഡാണ് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. B എന്ന് ടൈപ്പ് ചെയ്യുമ്പം, അതേപോലെ മലയാള അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം എല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകളുണ്ട്. അല്ലാതെ നമ്മൾ A എന്ന് ടൈപ്പ് ചെയ്യുമ്പം A എന്ന് പറയുന്ന ചിഹ്നം അതേപോലെ ഒരു രൂപത്തിലല്ല കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെന്തുണ്ടാവും? ഒരു കോഡ് കാണും, ഒരു കറസ്പോണ്ടിങ് കോഡ് കാണും. ആ കോഡാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ യുണീക്ക് കോഡ് എന്ന് പറയുന്ന അങ്ങനെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. യുണീക്ക് കോഡ് വാസ് ഡെവലപ്ഡ് ഓൺ റിസോൾവ് ദ ക്യാരക്ടർ ലിമിറ്റ് 8 ബിറ്റ്. നമുക്ക് ഈ കോഡുകളൊക്കെ വരുന്നതിന് മുമ്പ്, യുണീക്ക് കോഡ് വരുന്നതിന് മുമ്പുള്ള കോഡിംഗ് സിസ്റ്റം ആയിരുന്നു ആസ്കി എന്ന് പറയുന്ന കോഡ്. ഈ ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ആസ്കി കോഡിൻ്റെ ഒരു കോഡിനകത്ത് 8 ബിറ്റുകളായിരുന്നു. 1010 എടുക്കാമെങ്കിൽ അങ്ങനെ 8 ബിറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറുകൾ 8 ബിറ്റ് വരെ മാക്സിമം വരുന്നത് കൊണ്ട് അത്രയും ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ. കുറച്ച് ലാംഗ്വേജുകൾ മാത്രമേ ഈ ആസ്കി കോഡ് ഉപയോഗിച്ച് കുറച്ച് ലാംഗ്വേജുകളുടെ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് ആസ്കി കോഡ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് യുണീക്ക് കോഡ് എന്ന് പറയുന്ന സിസ്റ്റം കോഡ്. കാര്യം അതിനുശേഷമാണ് ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ലോകത്തുള്ള നിരവധി ലാംഗ്വേജുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങി. ആദ്യകാലത്ത് ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഓരോ ലാംഗ്വേജുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പ് ചെയ്യാനും നമുക്ക് മെസ്സേജുകൾ ഓരോ ലാംഗ്വേജിൽ അയക്കാനും ഒക്കെ പറ്റുമ്പം ആ ലാംഗ്വേജുകളുടെ ക്യാരക്ടറിനനുസരിച്ചുള്ള കോഡുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആഡ് ചെയ്യുമ്പം എന്താണ് 8 ബിറ്റിനകത്ത് നിൽക്കത്തില്ല. ലോകത്തുള്ള അത്രയും ക്യാരക്ടറുകളെ ആഡ് ചെയ്യുമ്പം 8 ബിറ്റിനകത്ത് നിൽക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? കുറച്ചും കൂടെ വൈഡായിട്ട് കൂടുതൽ ബിറ്റുകൾ ആഡ് ചെയ്യുകയും അങ്ങനെ ലാർജ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു കോഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ കോഡിനെയാണ് യുണീക്ക് കോഡ് എന്ന് പറയുന്നത്. എയിം ടു പ്രൊവൈഡ് എ യൂണിവേഴ്സൽ ആൻഡ് എഫിഷ്യൻറ്റ് സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമ ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എഴുതാൻ കഴിയുന്ന എന്തൊക്കെ ലാംഗ്വേജുകളുണ്ടോ ആ ലാംഗ്വേജുകളുടെ അക്ഷരങ്ങളുടെ എല്ലാം കോഡുകൾ ഈ യുണീക്ക് കോഡിനകത്തുണ്ട് എന്നുള്ളതാണ് യുണീക്ക് കോഡിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡും യുണീക്ക് കോഡ് തന്നെയാണ്. ഓക്കെ, ഈ സ്കി എന്ന് പറയുന്ന ഇതിനോടനുബന്ധമായിട്ടൊരു ഈ ആസ്കി പഠിക്കുമ്പോൾ ഈ സ്കി എന്ന് പറയുന്നൊരു കോഡ് കൂടിയുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നൊരു കോഡ് കൂടിയുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന യുണീക്ക് കോഡ് തന്നെയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ നമുക്ക് ഡേറ്റ വളരെ അനായാസം അയക്കാൻ പറ്റുന്നത് നമ്മൾ യുണീക്ക് കോഡ് സിസ്റ്റമാണ് എല്ലാ കമ്പ്യൂട്ടറുകളും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ഡിഫറൻറ്റ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. നമുക്കറിയാം വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്.
ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ചീത്തയാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റുകൾ വലിയൊരു പ്രശ്നമാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറികടക്കാനോ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന്, മാക്സിമം നമ്മൾ റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ചിലപ്പോൾ ചില കമ്പ്യൂട്ടറുകൾ ചീത്തയാവുന്നു, അതിൻ്റെ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം മാറ്റിവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരാളിപ്പം പുതിയൊരു ഫോൺ മേടിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പം വേറൊരു ഫോണിലേക്ക് മാറുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് കൊടുക്കുകയും അത് മറ്റൊരാൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ കൈമാറി അപ്പോൾ അത് വേസ്റ്റ് ആവാതിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇൻസിനറേഷൻ. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നം, അല്ലാതെ വെറുതെ നമ്മൾ കളയാന്നല്ല ഇൻസിനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇൻസിനറേഷൻ എന്നുള്ളത്. ഈ വേസ്റ്റ് റീസൈക്ലിംഗ്, മാനുഫാക്ചറിങ് ന്യൂ പ്രോഡക്റ്റ് ഫ്രം ഓൺ ഓൾഡ് വൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റീയൂസിൽ പറഞ്ഞ അതേ പോയിൻ്റൊക്കെ തന്നെയാണ് റീസൈക്ലിംഗ് എന്ന് വെച്ചാൽ. അതായത് നമുക്കൊരു പ്രോഡക്റ്റിൽ നിന്നും എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം റീസൈക്കിൾ ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ റീഫർണിഷ്ഡ് ഫോൺ എന്നൊക്കെ പറയില്ല, റീസൈക്കിൾ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം റീസൈക്ലിംഗ് ആണ്. റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു റീയൂസിൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് തന്നെയാണ് റീസൈക്ലിംഗ്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ കൊണ്ടുവന്ന് വെറുതെ എടുത്ത് കളയുക, അല്ലെങ്കിൽ വെറുതെ എടുത്ത് കളയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിലൊക്കെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ലാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് മലിനമാകാത്ത, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് പണിയാണ്, ഫൗണ്ടേഷൻ ഫില്ലിങ്ങിന് വേണ്ടി ഇങ്ങനത്തുള്ള ഈ വേസ്റ്റുകൾ അടിച്ച് നിരത്തി അടിയിൽ വെക്കാം. അവിടെ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ലാൻഡ് ഫില്ലിംഗ് പ്രക്രിയകൾക്ക് വേണ്ടി നമുക്ക് ഈ വേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ഹയസ്റ്റ് ഓഫ് ദ ടാളർ വൺ എമംഗ് ടു സ്റ്റുഡൻസ്. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട് അൽഗോരിതം എഴുതാൻ. 2 നമ്പറുകളിലെ വലിയ നമ്പർ ഏതാണെന്നുള്ളതാണ് ഈ ഒരു അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. അത് 2 കുട്ടികളുടെ ഹൈറ്റ് തന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഹൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? നമ്പറുകളാണ്. 2 ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പറുകളാണ്. ആ നമ്പറുകളിലെ ഏറ്റവും വലിയ നമ്പർ ഏത് എന്നുള്ളതാണ് ചോദ്യം തന്നെ. അപ്പോൾ ഇവിടെ ഹൈറ്റായിട്ട് തരുന്നു. ചിലപ്പം ഇങ്ങനെ വരാം, 2 കുട്ടികളുടെ മാർക്കിനകത്ത് ഏറ്റവും വലിയ മാർക്ക് ഏതാണ്, അല്ലെങ്കിൽ 2 നമ്പറുകളിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്. ഇതിനൊക്കെ അനുയോജ്യമായ അൽഗോരിതം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അൽഗോരിതമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ അൽഗോരിതത്തിനകത്ത് നമുക്ക് എപ്പോഴും അറിയാം, 2 സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, അല്ലേ? സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാവർക്കും എഴുതാൻ അറിയാം. ഇനി ബാക്കി വരുന്ന സ്റ്റെപ്പ്, ഇവിടെ 2 നമ്പറുകളിൽ വലിയ നമ്പർ ഏതാണെന്നല്ലേ കണ്ടുപിടിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ നമ്മൾ വേണ്ടത് 2 നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിയ ചെയ്യാൻ പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയുള്ള ഡേറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 5 നമ്പറിൻ്റെ സമ്മ കണ്ടുപിടിക്കാനാണോ ചോദ്യമെങ്കിൽ 5 നമ്പർ ഇൻപുട്ടായിട്ട് വേണം. അപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്താണോ അതിന് ഇൻഗ്രീഡിയൻസ്, അതിന് വേണ്ട സാധനങ്ങൾ അതിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ആവശ്യമായ ഡേറ്റകളെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ 2 നമ്പറിൽ വലിയ ചെറുത്, ഇവിടെ H1 H2 എന്ന് കൊടുക്കുന്നു. അതായത് ഹൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേരാണ് H1. അതിന് H1 H2 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ചോദ്യം ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നുള്ളൂ. 2 നമ്പറുകൾ അല്ലെങ്കിൽ A എന്നും B എന്നും കൊടുത്താലും മതി. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന H1 ആണോ H2 ആണോ വലുതെന്ന് താരതമ്യം ചെയ്യുകയാണ്. ഇഫ് ഉപയോഗിച്ച് H1 H2വിനേക്കാൾ വലുതാണെങ്കിൽ പ്രിൻറ്റ് H1, ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യണം? H1 പ്രിൻറ്റ് ചെയ്യണം. ഇനി ഏതല്ല എങ്കിൽ H1 ഗ്രേറ്റർ ദാൻ H2 അല്ല എങ്കിൽ ഏത് പ്രിൻറ്റ് ചെയ്യണം? പ്രിൻറ്റ് H2 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതായത് H1 H2വിനേക്കാൾ വലുതാണെങ്കിൽ പ്രിൻറ്റ് H1 പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ H2 പ്രിൻറ്റ് ചെയ്യണം. ഈ ഇഫിൻ്റെ ഈ സെൻറ്റൻസ് ഇത്രയേ ഉള്ളൂ, അല്ലെ? ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടി എഴുതുക, എൻഡ് ഓഫ് ഇഫ്. അപ്പോൾ എൻഡ് ഓഫ് ഇഫ് എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഈ 2 നമ്പറുകളിലെ വലിയ നമ്പർ കണ്ടുപിടിക്കാനുള്ളത്. 2 നമ്പറിൻ്റെ വലിയ നമ്പറായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹൈറ്റിനകത്ത് 2 ഹൈറ്റ് ചോദിക്കാം, മാർക്ക് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് H എന്നുള്ള വാക്ക് മാറ്റിയിട്ട് H1 H2 മാറ്റിയിട്ട് A എന്നോ B എന്നോ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിനനുസരിച്ചുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ H1 H2 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വരുന്ന എല്ലായിടത്തും H1ഉം H2ഉം തന്നെ യൂസ് ചെയ്യണം. ഇവിടെ Aയും Bയും ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇൻപുട്ടായിട്ട് താഴെ വരുന്നിടത്തെല്ലാം Aയും Bയും കൊടുക്കണം. അത് മറന്നു പോകരുത്. ഓക്കെ, ഈ അൽഗോരിതത്തിൻ്റെയൊക്കെ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ അൽഗോരിതവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ എൻ്റെ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പല ടൈപ്പുള്ള എററുകൾ ഉണ്ടാവും, അല്ലേ? എന്താണ് ലോജിക്കൽ എറർ, സിൻടാക്സ് എറർ, റൺ ടൈം എറർ, ഇങ്ങനെ കുറച്ച് എററുകളുണ്ട്.
അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ പറയുകയാണ്. ഇവിടെ ഈ 2 സിറ്റുവേഷൻ ഉണ്ടാകുന്ന എററുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൂൾസ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കുറച്ച് റൂൾസ് ഉണ്ട്. സെമിക്കോളൻ ഇടണം, അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ ഉപയോഗിക്കാം, ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്താൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യണം, ഏത് ബ്രാക്കറ്റാണ്, അങ്ങനെ കുറച്ച് സിൻറ്റാക്സുകളുണ്ട്. അതിനാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അതിനാണ് റൂൾസിനാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ആ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും നിങ്ങൾ കുത്തും സെമിക്കോളൻ ഇടാതിരിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാതിരിക്കുന്നു, അക്ഷരത്തെറ്റ് വരുത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എററിനെ എന്ത് വിളിക്കും? അതാണ് ചോദിച്ചിരിക്കുന്നത്. ആ എററിനെ വിളിക്കുന്ന പേര് സിൻറ്റാക്സ് എറർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ എറർ എന്താണ്? നിങ്ങൾ സ്ട്രക്ചർ തെറ്റിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന എററാണ് സിൻറ്റാക്സ് എറർ. ഇനി രണ്ടാമത് എന്താ? ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ യൂസ്. അതായത് നിങ്ങൾ A+B എന്ന് പറയേണ്ട ഓപ്പറേഷന് നിങ്ങൾ ചെയ്തു വെച്ചത് A×B എന്നാണ് എഴുതി വെച്ചത്. കമ്പ്യൂട്ടറിന് അറിയത്തില്ല ഇവിടെ പ്ലസ് ആണ് വരേണ്ടതെന്നുള്ള കാര്യം കമ്പ്യൂട്ടറിന് അറിയത്തില്ല. സോ കമ്പ്യൂട്ടർ A×B പെർഫോം ചെയ്തിട്ട് റിസൾട്ട് തരും. പക്ഷേ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം എന്തായിരിക്കും? തെറ്റായിരിക്കും. വർക്ക് ചെയ്യാതിരിക്കത്തില്ല. ആദ്യത്തെ സിറ്റുവേഷനിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ? അതിന് അക്ഷരത്തെറ്റും മറ്റ് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ കമ്പ്യൂട്ടർ ആ പ്രോഗ്രാം വർക്ക് ചെയ്യും, പക്ഷേ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം തെറ്റായിരിക്കും. കാര്യം പ്ലസിന് പകരം നിങ്ങൾ ഇട്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഇവിടെ രണ്ടാമത്തെ എററിനെ വിളിക്കുന്ന പേര് എന്താണ്? ലോജിക്കൽ എറർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എററിനെ വിളിക്കുന്ന പേര് എന്താണ്? ലോജിക്കൽ എറർ. അതായത് നിങ്ങളുടെ ഇക്വേഷൻസ് മാറിപ്പോവുക, ചിഹ്നങ്ങൾ മാറിപ്പോവുക, അങ്ങനെ ഉണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ എറർ. അപ്പോൾ ആദ്യത്തെ എറർ എന്താണ്? സിൻറ്റാക്സ് എറർ. രണ്ടാമത്തെ എന്താണ്? ലോജിക്കൽ എറർ. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമതൊരു എറർ കൂടിയുണ്ട്. മൂന്നാമത്തെ എറർ എന്താണ്? റൺ ടൈം എററാണ്. ഇപ്പം ഡിവൈഡഡ് ബൈ 0 എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. 3 ടൈപ്പ് എററുകളാണുള്ളത്: സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഓക്കെ. വാട്ട് ആർ ദ റൂൾസ് ടു നെയിം ആൻഡ് ഐഡൻറ്റിഫയർ? ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റൂൾസ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന അവസരത്തിൽ, C++ പ്രോഗ്രാം എഴുതുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും എഴുതുന്ന വ്യക്തിക്ക് പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മുടേതായ വാക്കുകളൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മെമ്മറിക്ക് പേര് കൊടുക്കുക, വേരിയബിളിന് പേര് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ പ്രോഗ്രാം എഴുതുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ഫംഗ്ഷൻസിന് പേര് കൊടുക്കുക, ക്ലാസ്സിന് പേര് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് പേരുകൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്? ആ പ്രോഗ്രാമറിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അദ്ദേഹം കുറേ റൂൾസ് ഫോളോ ചെയ്യണം. ചുമ്മാ എന്തെങ്കിലും പേര് എഴുതി വെക്കാൻ പറ്റത്തില്ല. അതിന് കൃത്യമായിട്ട് പ്രോഗ്രാമില്ലെങ്കിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന പേരുകൾക്ക്, അതാണ് ഐഡൻറ്റിഫയർ എന്ന്. യൂസർ ഡിഫൈൻഡ് നെയിമിന് വേർഡ്സിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫയർ എഴുതുമ്പം ആ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഐഡൻറ്റിഫയറിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെറ്റർ യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ലെറ്റേഴ്സ്, അണ്ടർസ്കോർ, അതായത് കീബോർഡിനകത്തുള്ള മറ്റ് ചിഹ്നങ്ങളൊന്നും പറ്റത്തില്ല. ലെറ്റേഴ്സ് പറ്റും, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അപ്പം അതേപോലെ ഡിജിറ്റ് യൂസ് ചെയ്യാം, അല്ലേ? ചിഹ്നങ്ങൾ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഡിജിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യാം? ക്യാപിറ്റൽ ടു സ്മോൾ ലെറ്റർ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം, അതേപോലെ അണ്ടർസ്കോർ യൂസ് ചെയ്യാം, അതേപോലെ എന്താണ്? ഡിജിറ്റ് യൂസ് ചെയ്യാം. ഇത്രയും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റ് ചിഹ്നങ്ങളോ മറ്റ് എന്താ പറയുന്ന ചിഹ്നങ്ങളൊന്നും തന്നെ, ഡോളർ സൈനോ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കനോട്ട് യൂസ് വൈറ്റ് സ്പേസ്. അപ്പോൾ ഇപ്പോൾ ഒരു വാക്ക് എഴുതുവാണെന്ന് വിചാരിച്ചു. ഇപ്പം എന്താണ്? ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് എഴുതുമ്പം ഇത് ഒരു വാക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഇട്ടുകൊണ്ട് ഇത് ഒറ്റ വാക്കായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ അണ്ടർസ്കോർ ഇടണം. അപ്പോൾ സ്പേസ് വരാൻ പാടില്ല. കനോട്ട് യൂസ് വൈറ്റ് സ്പേസ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. വൈറ്റ് സ്പേസോ മറ്റ് സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഡോളർ സൈനൊക്കെ ഉണ്ടല്ലോ, മറ്റ് ചിഹ്നങ്ങൾ, കീബോർഡിൽ കാണുന്ന അണ്ടർസ്കോർ അല്ലാത്ത മറ്റ് ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കനോട്ട് ബി എ കീവേഡ് ആൻഡ് ഈസ് കേസ് സെൻസിറ്റീവ്. അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റിസർവ്ഡ് വേർഡ്സിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, C++നകത്ത് ഇൻറ്റ്, ക്യാർ, ഫോർ, ഡബിള്, അതേപോലെ എന്താണ് ബ്രേക്ക്, ഇങ്ങനെ പറയുന്ന വൈല്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളെയാണ് കീവേഡ്. കീവേഡുകൾ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറ്റാൻ പറ്റില്ല? ഐഡൻറ്റിഫയർ ആക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഐഡൻറ്റിഫയർ ആക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഈ ഇൻറ്റിനെയാണ് ഐഡൻറ്റിഫയർ ആക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദാണ്ട് ഇങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണ്? ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C++. കണ്ണിൽ ഈ 2 ഇൻറ്റുകളും, അതായത് സ്മോൾ ലെറ്ററിൽ എഴുതിയ ഇൻറ്റും ഒരു ലെറ്റർ ക്യാപിറ്റലാക്കി കഴിഞ്ഞാൽ അത് വേറെ ഒരു വാക്കായിട്ട് കാണുന്നത് കൊണ്ടാണ് അതിനെ കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ, APPLE ആപ്പിൾ, APPLE ആപ്പിൾ, APPLE ആപ്പിൾ, ഇങ്ങനെ എങ്ങനെ എഴുതിയാലും ഇതിന് ഒരു മീനിങ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് അല്ല. എന്നാൽ C++ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. C++ൻ്റെ കണ്ണിൽ ഇത് മൂന്ന് വാക്കുകളാണ്. ഈ ആപ്പിൾ അല്ല, ഈ ആപ്പിൾ, ഇത് 3 വ്യത്യസ്തമായ വാക്കുകളായിട്ടാണ് C++ കാണുന്നത്. അതുകൊണ്ടാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ C++ ഒരു കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കീവേഡുകളുടെ ലിസ്റ്റിൽ നിന്നും അതേ രൂപത്തിൽ ഉപയോഗിച്ചാലേ ഉള്ളൂ പ്രശ്നം. അതിൻ്റെ കേസ് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു എറർ ഉണ്ടാക്കത്തില്ലെന്നുള്ളതാണ് ആ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്. ഓക്കെ.
വാട്ട് ഈസ് ദ യൂസ് ഓഫ് രണ്ട് ഓപ്പറേറ്ററുകൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം. ആദ്യം ഈക്വൽ ടു നമ്മൾ C++ൽ വിളിക്കുന്ന ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ്. രണ്ടാമത്തെ മോഡുലസ് ഓപ്പറേറ്ററാണ്. അപ്പം ആദ്യത്തെ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഡിവിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ റിസൾട്ടായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. അപ്പം ഈക്വൽ ടു എന്താണ്? ഈസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ ഓർ ദ റിസൾട്ട് ഓഫ് ആൻ എക്സ്പ്രഷൻ ഇൻ എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എയിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു A+B എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും കൂടെ കൂട്ടിയ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു? എക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ആദ്യത്തെ ഓപ്പറേറ്റർ. ദിസ് ഈസ് ഇനി വേറെ ഇതുമായിട്ട് അനുബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ ഒരു ഈക്വൽ ടു ഉണ്ട്, രണ്ടും കൂടെ ചേർത്ത് അല്ലെ, രണ്ട് ഈക്വൽ ടു ചേർത്തിരുന്നത് ഇതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്, ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ല. ഇത് താരതമ്യം ചെയ്യാനാണ്. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എയുടെ വാല്യൂ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 10ന് തുല്യമാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് 1 ഓർ 0. ട്രൂവിനെ നമ്മൾ 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫോൾസിനെ 0 എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഒരു ഈക്വൽ ടു ആണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അടുത്ത മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയാണ്? ഒരു ഡിവിഷൻ നടത്തി ഒരു ഇൻറ്റിജർ നമ്പറുകളെ ഇൻറ്റിജറിൻ്റെ പോയിന്റ് ഇല്ലാത്ത നമ്പറുകളെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവിഷനാണ്. ഫോർ എക്സാമ്പിൾ 5 മൊഡ്യൂളോ ഡിവൈഡഡ് ബൈ 2. 5 മൊഡ്യൂളോ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? 5നകത്ത് 2 തവണ അടങ്ങും. എത്രയാണ്? 4. റിസൾട്ട് എത്രയാണ്? 1. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ഈ 5 മൊഡ്യൂളോ ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയാണ്? റിസൾട്ട് 1 ആയിരിക്കും. എങ്ങനെയാണ് 1 വന്നത്? 5നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണോ റിമൈൻഡർ വരുന്നത് അതായിരിക്കും ഇതിൻ്റെ മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ എന്താ പറയുക ഉപയോഗം. ഇനി 4 മൊഡ്യൂളോ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? 4 മൊഡ്യൂളോ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 2 തവണ 4 0. അപ്പോൾ എത്ര ആയിരിക്കും ഉത്തരം? 0 എന്നായിരിക്കും. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 0. ഓക്കെ ആണല്ലോ. ഇവാലുവേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എക്സ്പ്രഷൻ, ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ നോക്കിയേ, എ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. അതിന് വാല്യൂസ് തന്നിട്ട് ഇത്രയുള്ള എക്സ്പ്രഷൻ കേട്ടോ. അതിൻ്റെ വാല്യൂസ് ആണ് പിക്കും ക്യൂവിനും ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഇട്ടിട്ട് നമ്മൾ അതിനെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ എ ആദ്യത്തെ എക്സ്പ്രഷൻ എടുക്കാം. പി മൈനസ് ക്യൂ. പിയുടെ വാല്യൂ എത്രയാണ്? 5. സോ 5 മൈനസ് ക്യൂ എത്രയാണ്? 3. അതേപോലെ തന്നെ ഇൻറ്റു ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണ്? നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ബോർഡ് മാസ് ഉണ്ടല്ലോ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യണം, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ബോർഡ് മാസ്. അതേപോലെ തന്നെ C++നകത്ത് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് ആദ്യം ഏത് ഓപ്പറേഷൻ ചെയ്യണം? 5 - 3 ചെയ്യണോ? അതോ 3 × 2 ചെയ്യണോ? അതോ 2 ഡിവൈഡ് ബൈ 2 ചെയ്യണോ? അപ്പോൾ ആദ്യം ഇതിനകത്ത് ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റൂളുണ്ട്. അതിനാണ് ഈ റൂളുകളാണ് അറിയുന്നത്. ആദ്യം പാരാന്തിസിസ് അല്ലെ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, അത് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റേഴ്സ്, അത് കഴിഞ്ഞ് ഡിവിഷൻ ഓപ്പറേറ്റർ, അങ്ങനെ അഡീഷൻ ഓപ്പറേറ്റർ, അങ്ങനെയുള്ള ആ റൂള് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് അല്ല ചെയ്യേണ്ടത്. മൈനസിനേക്കാൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനുമാണ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് ഒരേ പ്രയോറിറ്റി തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഒരേ പ്രയോറിറ്റി ആണെങ്കിൽ ലെഫ്റ്റിൽ കാണുന്നതെങ്കിൽ ചെയ്താൽ മതി. ലെഫ്റ്റിൽ കാണുന്ന എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ 5 - 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം ഇവിടെ എത്ര കിട്ടി? 6 ഡിവൈഡഡ് ബൈ 2. 6 ഡിവൈഡ് ബൈ 2 ആണ് ഇനി അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 5 - 3 എന്ന് കിട്ടും. അപ്പോൾ 5 - 3 എന്ന് വെച്ചാൽ എത്രയാണ്? 2. ആൻസർ എത്രയാണ്? 2. സോ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 2 എന്നായിരിക്കും ഉത്തരം. ഇതിൻ്റെ ഉത്തരം 2 എന്നായിരിക്കും. ഇനി രണ്ടാമത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എക്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5. സോ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വൈയുടെ വാല്യൂ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ നോക്കിയേ, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇതിൻ്റെ ഇപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ക്രിയ ചെയ്ത്, ഇതൊരു ക്രിയയാണല്ലോ. ഈ ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. 5 10നേക്കാൾ വലുതോ തുല്യമോ ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തെറ്റാണ്. വലുതും അല്ല തുല്യവും അല്ല. അതുകൊണ്ട് ഫോൾസ് ആണ്. ഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫോൾസിനെ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 3യേക്കാൾ വലുതല്ല, പക്ഷേ ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് എന്താണ്? ട്രൂ ആണ് അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് ട്രൂ ആണ്.
എന്താണ് ട്രൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്നാണ്. ട്രൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്ന്. ഇനി ആൻഡ് ഓപ്പറേഷൻ, ഒരു ഫോൾസും ഒരു ട്രൂവും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. അതായത് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് ട്രൂ വരണമെന്നുണ്ടെങ്കിൽ രണ്ടും ട്രൂ ആവണം. അല്ലാത്ത എല്ലാ സാഹചര്യത്തിലും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി ഓർ ഓപ്പറേഷൻ ആണെങ്കിലോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ആൻഡ് ആണെങ്കിൽ എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിൻ്റെ ഫൈനൽ റിസൾട്ട് ട്രൂ ആവത്തുള്ളൂ. സോ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? എഫ് ആണ്. സോ 0 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ഫോൾസ് അല്ലെങ്കിൽ 0. ഓക്കെ, ഓക്കെ ആണല്ലോ. എക്സ്പ്ലനേഷൻ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ 2 ടൈപ്പ് ഓഫ് ടൈപ്പ് കൺവേർഷൻ ഇൻ C++. അതായത് നമുക്ക് C++നകത്ത് ഡേറ്റ ടൈപ്പുകൾ, ഇവിടെ ടൈപ്പ് കൺവേർഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കത്തില്ല. എന്നാണ് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ എന്താണ്? ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനെ നമുക്ക് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. എഴുതുന്നതിനകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ നമുക്ക് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ നമ്പറാണ്. അതിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 30.00 ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി? ഫ്ലോട്ടായി, പോയിൻ്റുള്ള സംഖ്യയായി. അല്ലെങ്കിൽ 40 എന്ന് പറയുന്ന സംഖ്യയെ 40.123 എന്ന് പറയുന്ന ഒരു സംഖ്യയെ നമുക്ക് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 40 മാത്രമായിട്ട് എഴുതിയാൽ മതി. 40 മാത്രമായിട്ട് എഴുതിയാൽ എന്ത് സംഭവിക്കും? അത് ഇൻറ്റിജറായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കൺവേർഷൻ, അതായത് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ടൈപ്പിലുള്ള ഡേറ്റയെ മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് കൺവേർഷൻ ആണുള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, മറ്റൊന്ന് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 plus 3.14 എഴുതുന്നതിനകത്ത് എന്തൊരു പ്രശ്നം. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ആദ്യം ഇപ്പോൾ ഒന്ന് ഇൻറ്റിജറാണ്, ഒന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം ചെയ്യുന്നത് ഈ 2വിനെ എന്താക്കുമെന്നറിയോ? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാക്കി മാറ്റും. അതായത് 2 0 ഇട്ട് കൊടുത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാക്കി മാറ്റും. ഇതിന് ശേഷമായിരിക്കും ഈ അഡീഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 2വിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഒരു ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. നമ്മൾ നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്യുന്നതല്ല, കമ്പ്യൂട്ടർ തനിയെ തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കൺവേർഷനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്ലോട്ടിൻ്റെ ഈ 0.14 ഡിലീറ്റ് ചെയ്ത് കളയല്ല ചെയ്തത്. എന്താ ചെയ്യുന്നത്? 2വിനോടൊപ്പം ആഡ് ചെയ്ത് 2വിനെ വലുതാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ ഡേറ്റ ടൈപ്പിനെ വലിയ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക മാത്രമായിരിക്കും ഈ ഒരു കമ്പ്യൂട്ടർ തനിയെ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ടൈപ്പ് പ്രൊമോഷൻ എന്ന് കൂടി പറയും. അതുകൂടി എടുത്തു നോക്കുക. ഇതിനാണ് ടൈപ്പ് പ്രൊമോഷൻ. കമ്പ്യൂട്ടർ തനിയെ ചെയ്യുന്ന കൺവേർഷനാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമറിന് വേണമെങ്കിൽ ഒരു ഡേറ്റ ടൈപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർബന്ധപൂർവ്വം അതിനോടൊപ്പം ഏത് ഡേറ്റ ടൈപ്പിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇക്വേഷൻ അകത്ത് തന്നെ, ആ പ്രോഗ്രാമിനകത്ത് തന്നെ നമുക്ക് എഴുതി കൊടുത്ത്, ഒരു പ്രോഗ്രാമർ എഴുതി കൊടുത്ത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ആ കൺവേർഷൻ നടത്തുന്ന പ്രോഗ്രാമറിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ടൈപ്പ് കാസ്റ്റിംഗ്. ഏത്? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ വിളിക്കുന്ന പേര് ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ്. ഓക്കെ ആണല്ലോ, അത് ഓർത്ത് നോക്കുക. ടൈപ്പ് കാസ്റ്റിംഗ്, ആ ഒരു പേര് കൂടി ഓർത്ത് നോക്കുക. ടൈപ്പ് കാസ്റ്റിംഗ്. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഒന്നുകിൽ ഒരു ടെർണറി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ടെർണറി ഓപ്പറേറ്ററിൽ നമുക്ക് തരുന്നു ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റർ തന്നിട്ട് അതിനെ നമ്മൾ ഇഫ് എൽസ് ഉപയോഗിച്ച് എഴുതാൻ പറയും, അല്ലെ ഇഫ് എൽസിൽ തന്നിട്ട് തിരിച്ചിങ്ങോട്ട് എഴുതാൻ പറയും. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യചിഹ്നത്തിന് മുമ്പിൽ കിടക്കുന്ന എന്താണോ അത് നിങ്ങൾ ഇഫിൻ്റെ ബ്രാക്കറ്റിനകത്താക്കണം. ചോദ്യചിഹ്നത്തിന് മുമ്പിൽ കിടക്കുന്ന എന്താണോ അത് നിങ്ങൾ ഇഫിൻ്റെ ബ്രാക്കറ്റിനകത്താക്കണം, അല്ലേ? ഇഫ് ബ്രാക്കറ്റിനകത്ത് n1 ഗ്രേറ്റർ ദാൻ n2 എന്നെഴുതാം. സംശയമൊന്നുമില്ലല്ലോ. n1 ഗ്രേറ്റർ ദാൻ n2. ഇനി അത് കഴിഞ്ഞാൽ ചോദ്യചിഹ്നം കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, അതാണ്ട് ഒരു ഫുൾ കോളൻ കാണാൻ പറ്റും. ഉറപ്പായിട്ടും കാണും ഫുൾ കോളൻ. ഫുൾ കോളൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഈ ഇഫിൻ്റെ ആദ്യം എഴുതേണ്ട. ഇഫ് കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ട ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ എൽസ് എഴുതുക. അത് കഴിഞ്ഞാൽ എൽസ് എഴുതിയിട്ട് n2 അടുത്ത കിടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദാണ്ട് ഇവിടെയുള്ള ഈ ഒരു ബിഗ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും കൊടുക്കുക. ബിഗ് ഈസ് ഈക്വൽ ടു
ഇവിടെ നടന്നിരിക്കുന്ന കാര്യം എന്താണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സിമ്പിളാണ്. ചോദ്യ പേപ്പറിൽ തന്നെ ഇതിന് ഉത്തരവ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവിടെ n greater than n2 ആണെങ്കിൽ ഈ n1ൻ്റെ വാല്യൂ ബിഗിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ n2ൻ്റെ വാല്യൂ ബിഗിലേക്ക് കൊടുക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മീനിങ് അറിയില്ലാത്തവർക്ക് പോലും ഇത് ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്? n1 greater than n2 ആണെങ്കിൽ n1ൻ്റെ വാല്യൂ ആർക്ക് കൊടുക്കണം? ബിഗിന് കൊടുക്കണം. n2ൻ്റെ വാല്യൂ ആർക്ക് കൊടുക്കണം? ബിഗിന് കൊടുക്കണം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. n1 greater than n2, ഇത് വേണമെങ്കിൽ ഇലാബറേറ്റ് ചെയ്താൽ ഇങ്ങനെയും ചോദ്യം വരാം. ബിഗ് ഈസ് ഈക്വൽ ടു n1 ഫുൾ കോളൻ ബിഗ് ഈസ് ഈക്വൽ ടു n2. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഷോർട്ട് ആക്കിയാണ് എഴുതിയിരിക്കുന്നത്. കാര്യം ഈ രണ്ട് ബിഗ് ഈസ് ഈക്വൽ ടു എന്നുള്ളതിനെ പുറത്തെടുത്ത് ഇവിടെ ഇട്ടിട്ട് ബിഗ് ഈസ് ഈക്വൽ ടു എന്ന് ഒരു തവണ എഴുതി. യഥാർത്ഥത്തിൽ ഇതാണ് കറക്റ്റ് അതിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഇതിനെയാണ് ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പ് കിടക്കുന്ന ഈ കണ്ടീഷൻ എന്താണോ അത് നിങ്ങൾ ഇഫിൻ്റെ ബ്രാക്കറ്റിലേക്ക് എഴുതുക. ഓക്കെ ആണല്ലോ. അത് എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ എഴുതി വെക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് ഫുൾ കോളൻ ഇടയിൽ വരുന്ന എന്തോ അതിനാണ് ട്രൂ ബ്ലോക്ക് എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഇഫിൻ്റെ തൊട്ട് താഴെ എഴുതി വെക്കുക ബിഗ് ഈസ് ഈക്വൽ ടു n1. ഓക്കെ ആണല്ലോ. ഇനി ഈ കോളനാണ് എൽസ് ആയിട്ട് കാണേണ്ടത്. എൽസ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് നിങ്ങൾ അതിൻ്റെ താഴെ എഴുതി വെക്കുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഉത്തരമായി. ഇത് എന്താണെന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. റൈറ്റ് ഈച്ച് ക്യാരക്ടർ ഓഫ് എനി ടു അൺഗൈഡഡ് മീഡിയ. അൺഗൈഡഡ് മീഡിയ നമ്മൾ മീഡിയ നെറ്റ്വർക്കിനകത്ത് പഠിച്ചതാണ്. മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു മാധ്യമം. നമ്മൾ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമത്തെയാണ് നമ്മൾ മീഡിയ എന്ന് പറയുന്നത്. ഗൈഡഡ് ഉണ്ട്, അൺഗൈഡഡ് ഉണ്ട്. ഗൈഡഡ് മീഡിയത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വാല്യൂവിനെ ഒരു വയറിലൂടെ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. എന്നാൽ അൺഗൈഡഡ് മീഡിയ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ അൺഗൈഡഡ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മീഡിയംസ് ആണുള്ളത്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്. അൺഗൈഡഡ് എന്ന് വെച്ചാൽ വയറില്ല, വയറിലൂടെ ഡേറ്റ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗൈഡഡ് മീഡിയം എന്ന് പറയുന്നത്. വയറില്ലാതെ അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെയാണ് അൺഗൈഡഡ് മീഡിയം എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ അൺഗൈഡഡ് മീഡിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസാണ്. മൊബൈൽ ഫോൺ മാത്രമല്ല, വീട്ടിലിരിക്കുന്ന റേഡിയോ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഡിവൈസുകളുണ്ടല്ലോ, അതൊക്കെ അൺഗൈഡഡ് ആണ്. അപ്പോൾ റിമോട്ട് കൺട്രോൾ ആയിക്കോട്ടെ, റിമോട്ട് ഉണ്ടല്ലോ, ടി വിയുടെയും ഹോം തിയേറ്ററിൻ്റെയൊക്കെ റിമോട്ടുകളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ അൺഗൈഡഡ് മീഡിയം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റേഡിയോ വേവ്സ്, മറ്റൊന്ന് ഇൻഫ്രാറെഡ് വേവ്സ്. റേഡിയോ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ സിഗ്നലുകൾ റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഇത് ഏത് ഡയറക്ഷനിലും സഞ്ചരിക്കും. നമുക്ക് മൊബൈൽ ഫോൺ ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ ഏത് ഡയറക്ഷനിലും ഏത് ഡയറക്ഷനിലേക്കും സഞ്ചരിക്കുന്ന ഒരു വേവാണ് റേഡിയോ വേവ്സ്. അതുപോലെ തടസ്സങ്ങളൊന്നും ഇതിനൊരു പ്രശ്നമല്ല. അതിന് ഉദാഹരണം, നമുക്ക് റൂമിനകത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തടസ്സങ്ങൾ ഇവിടെ ഒരു പ്രശ്നമല്ല. ഏത് ഒബ്ജക്റ്റിലൂടെയും പെനട്രേറ്റ് ചെയ്ത് പോകുന്ന വേവ്സ് ആണ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. പെനട്രേറ്റഡ് ത്രൂ മോസ്റ്റ് ഒബ്ജക്റ്റ്, വാളിലൂടെ ഉൾപ്പെടെ പെനട്രേറ്റ് ചെയ്യും. ഏത് ഡയറക്ഷനിലും ഇതെന്ത് ചെയ്യും? സഞ്ചരിക്കും. അടുത്ത ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ലൈൻ ഓഫ് സൈറ്റ് ആവശ്യം നേരിട്ട് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിമോട്ടും ടി വിയും അല്ലേ. ടി വി നമുക്ക് അപ്പുറത്ത് ഒരു റൂമിൽ ഇരിക്കുന്ന ടി വിയെ നമ്മൾ വേറെ റൂമിൽ പോയി അതിൻ്റെ റിമോട്ട് എടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. നേരിട്ട് കാണണം, അല്ലെ നേരിട്ട് കണ്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നേരിട്ട്, അതിനാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കണ്ടുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഇൻഫ്രാറെഡ് വേവ്സ്. അങ്ങനെ ഡേറ്റ സഞ്ചരിക്കുന്നതിനാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോളിഡ് ഒബ്ജക്റ്റ് ഒന്നും ക്രോസ് ചെയ്യത്തില്ല അല്ലേ. നമ്മൾ മറച്ച് വെച്ച് ഒരു ഭിത്തിയിൽ അപ്പുറത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് മറച്ച് വെച്ചിട്ടൊക്കെ നമ്മൾ റിമോട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വേവ്സ് ആണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വിച്ച് ആർ ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ? ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും നൽകുന്നതിനെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തൊക്കെ സേവനങ്ങളുണ്ടോ ആ സേവനങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന്. ഏതൊക്കെ ടൈപ്പിലാണ് ഗവൺമെൻറ് ഇ ഗവേണൻസ് നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ? ഇ ഗവേണൻസിനകത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ് ഇതിനകത്ത് ഇൻട്രാക്ഷൻ നടക്കുന്നത് വെച്ചാൽ, ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് ഗവൺമെൻറ് ഓഫീസുകളിൽ തമ്മിൽ പരസ്പരം ഡേറ്റ കൈമാറുന്നുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഇ ഗവേണൻസിലൂടെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ടു സിറ്റിസൺ, നമ്മൾ കോമൺ മാൻ ഇപ്പോൾ പല ആപ്ലിക്കേഷനുകൾ അയക്കുകയും അതിന് റിപ്ലൈ കിട്ടുകയും അങ്ങനെ ഗവൺമെൻറ്റിന് പരാതികൾ കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തിലൂടെയാണ്? നമ്മൾ ബില്ലുകൾ അല്ലെ പേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്.
ഗവൺമെൻറ് ബിസിനസ് നടക്കുന്നവർ അവരുടെ ടാക്സ് അടയ്ക്കുക, ബിസിനസ്സിൻ്റെ പല പല അപ്രൂവൽ നൽകുക, ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതും ഇ ഗവേണൻസിൻ്റെ ഒരു നേട്ടമാണ്. ഗവൺമെൻറ് എംപ്ലോയീസ്, ഗവൺമെൻറ് ജോലിക്കാർക്ക് വേണ്ടി എന്താണ് അവർക്ക് ഒരു ലോഗിൻ കാണും. അവരുടെ ക്ഷേമമായിക്കോട്ടെ, അവരുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അവരുടെ ശമ്പളമായിക്കോട്ടെ, അവരുടെ പേറോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് കൊടുക്കുകയും അവരുടെ അലവൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു ഇ ഗവേണൻസ് പോർട്ടലിലൂടെ അല്ലെങ്കിൽ ഇ ഗവേണൻസ് നേട്ടമാണ്. അതിനെയാണ് G2E എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ഫോമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. 2025 മാർച്ചിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പുറകെ തേർഡ് പാർട്ടും അതേപോലെ തന്നെ നാലാമത്തെ പാർട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുക. വിളിച്ചാൽ കിട്ടില്ല, മെസ്സേജായിട്ട് അയച്ചാൽ മതി. അതേപോലെ തന്നെ നോട്ട് വേണമെങ്കിൽ ഈ ഡിസ്കസ് ചെയ്തതിന് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.